എംപിമാരുടെ വിമത നീക്കത്തിന് പിന്നാലെ പഞ്ചാബിലും ഗുജറാത്തിലും ഗോവയിലും എംഎൽഎമാരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാക്കുമെന്ന ആശങ്കയിൽ ആം ആദ്മി പാർട്ടി. എംഎൽഎമാരെ നേരിൽ കണ്ടും പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചും കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത് തടയിടാനാണ് കെജ്രിവാളിന്റെ ശ്രമം. അതിനിടെ ബിജെപിയിൽ ചേർന്ന 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് ആം ആദ്മി പാർട്ടി കത്ത് നൽകി. ഓപ്പറേഷൻ ലോട്ടസിലൂടെ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാരെയാണ് BJP സ്വന്തം പാളയത്തിൽ എത്തിച്ചത്. എന്നാൽ എംപിമാരിൽ മാത്രം ഒതുങ്ങാതെ MLA-മാരെ കൂടി വലയിലാക്കാൻ ഓപ്പറേഷൻ തുടരുമെന്നാണ് വിവരം. നിലവിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിന് പുറമെ പാർട്ടിക്ക് MLA-മാരുള്ള ഗുജറാത്തിലും ഗോവയിലും MLA-മാരെ ഒപ്പം കൂട്ടാനാണ് നീക്കം. 3 സംസ്ഥാനങ്ങളിലും അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ്. 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് 92 അംഗങ്ങളുണ്ട്. ഇതിൽ 48 MLA-മാർ ഒപ്പമുണ്ടെന്നാണ് പാർട്ടി വിട്ട രാഘവ് ചദ്ദയുടെ അവകാശവാദം. ഗുജറാത്തിൽ 5ഉം ഗോവയിൽ 2 MLA-മാരുമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. കൂടുതൽ കൊഴിഞ്ഞുപോക്ക് തടയാൻ MLA-മാരെ നേരിൽ കാണാനാണ് കെജ്രിവാളിന്റെ തീരുമാനം. പശ്ചിമബംഗാളിലെ പ്രചാരണം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഉടൻ യോഗം വിളിക്കും. BJP-യിൽ ചേർന്ന രാഘവ് ചദ്ദ അടക്കമുള്ളവരെ അയോഗ്യരാക്കാനും ആം ആദ്മി പാർട്ടി നീക്കം തുടങ്ങി. ഇക്കാര്യം ആവശ്യപ്പെട്ട് രാജ്യസഭാ കക്ഷി നേതാവായ സഞ്ജയ് സിംഗ് രാജ്യസഭാ ചെയർമാന് കത്ത് നൽകി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയും ആം ആദ്മി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. അതേസമയം പാർട്ടി വിട്ട MP-യും മുൻ ഇന്ത്യൻ താരവുമായ ഹർഭജൻ സിംഗിന് നൽകിയിരുന്ന സുരക്ഷ പഞ്ചാബ് പോലീസ് പിൻവലിച്ചു. ഹർഭജന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർ മതിലിൽ ഒറ്റുകാരൻ എന്ന് കുറിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹർഭജന് CRPF സുരക്ഷ ഏർപ്പെടുത്തി. BJP-യിൽ ചേർന്നതോടെ രാഘവ് ചദ്ദയെ ജൻസികൾ കൈവിടുകയാണ്. പാർട്ടി മാറി 48 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ രാഘവ് ചദ്ദയ്ക്ക് നഷ്ടമായത് 20 ലക്ഷം ഫോളോവേഴ്സിനെയാണ്. വെള്ളിയാഴ്ച 14.6 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് ഇന്ന് 12.6 മില്യണായി കുറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ രാഘവ് ചദ്ദയ്ക്കെതിരെ അൺഫോളോ ക്യാമ്പയിൻ ശക്തമായതോടെയാണ് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.